കൊല്ലവർഷം 1202 മാണ്ടത്തെ നമ്മൾ നക്ഷത്രഫലമാണ് നോക്കുന്നത്. ചിങ്ങം 1-ാം തീയതി വരുന്നത് ചിത്തിര നക്ഷത്രത്തിലാണ്. ഡേറ്റ് ഓഫ് ബർത്ത്, ടൈം ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത് കറക്റ്റ് ആണെങ്കിൽ ആ വ്യക്തിയെപ്പറ്റി മരണം വരെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നമ്മളെപ്പോഴും ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ തയ്യാറെടുപ്പ് വേണം. നമസ്കാരം. കൊല്ലവർഷം 1202 മാണ്ടത്തെ നമ്മൾ നക്ഷത്രഫലമാണ് നോക്കുന്നത്. ജയ് ശ്രീറാം, ജയ് ഹനുമാൻ. എല്ലാവരെയും ആഞ്ജനേയ സ്വാമി അനുഗ്രഹിക്കട്ടെ. ഇത്തവണ ചിങ്ങം 1-ാം തീയതി വരുന്നത് ചിത്തിര നക്ഷത്രത്തിലാണ്. ചിത്തിര നക്ഷത്രം എന്ന് പറയുമ്പോൾ ഒരു അഗ്നി നക്ഷത്രമാണ്. അതായത് ചിത്തിര, അവിട്ടം, മകയിരം, ഭദ്രകാളി, അതായത് ചൊവ്വ പ്രാധാന്യമുള്ള നക്ഷത്രമാണ്. അപ്പോൾ നമുക്ക് രാജ്യത്തെ ബുദ്ധിമുട്ടുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. രാജ്യത്തിന് കലാപങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചിത്തിര, അവിട്ടം, മകയിരം ഈ നക്ഷത്രക്കാർ 1-ാം തീയതി ദിവസം, ഈ ചിങ്ങമാസം 1-ാം തീയതി ദിവസം അമ്പലത്തിൽ, എല്ലാവരും പോകണം അമ്പലത്തിൽ, പ്രത്യേകിച്ച് ഇവർ പോയി ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി രക്തപുഷ്പാഞ്ജലിയൊക്കെ കഴിപ്പിച്ചാൽ നന്നായിരിക്കും. മൃത്യുഞ്ജയ ഹോമം നടത്തിയാൽ 1-ാം തീയതി നക്ഷത്രം വന്നാൽ ശിരോരോഗം രാജവാർത്ത എന്ന് തന്നെ പഴയ ചൊല്ലുണ്ട്. അപ്പോൾ നമുക്ക് രാജവാർത്ത നല്ല വാർത്തയായിരിക്കില്ല. അപ്പോൾ അത് വരാം. തലയ്ക്ക് അസുഖം, തലവേദനകൾ, ബുദ്ധിമുട്ടുകളൊക്കെ വരാം. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരാം. അപ്പോൾ അത് കാരണം എപ്പോഴും ശിവക്ഷേത്രത്തിൽ പോയി മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, പിൻവിളക്ക്, കൂവളമാല, ശ്രീകൃഷ്ണൻ, അതായത് ചിങ്ങമാസം ആയതുകൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ പോയി നമ്മൾ പാൽപ്പായസമൊക്കെ കഴിച്ചാൽ നല്ലതാണ്. ഭദ്രകാളി ക്ഷേത്രത്തിൽ നമ്മൾ പോകണം. ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ, സുബ്രഹ്മണ്യനും പ്രാധാന്യമാണ്. മേടം രാശിയാണ്, ഓജരാശി ആയതുകൊണ്ട് സുബ്രഹ്മണ്യ സ്വാമിക്കും പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് ആ ഒരു വർഷത്തേക്ക് നമുക്ക് ബുദ്ധിമുട്ടുകൾ മാറ്റാം. ഇനി ആദ്യത്തെ നക്ഷത്രമാണ് മേടം രാശിക്കാരർ. മേടം രാശിക്കാരെ സംബന്ധിച്ച് ഈ ചിങ്ങമാസം എങ്ങനെയായിരിക്കും? ഈ ചിങ്ങമാസമല്ല, ഈ 1202 ആണ്ട് എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. മേടം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തിക, ആദിപാദം. ഈ നക്ഷത്രങ്ങൾക്ക് സംബന്ധിച്ച് അവിടെ തന്നെയാണ് ഇത്തവണ 1-ാം തീയതി വരുന്നത്. അറിയാലോ, അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർ ഏഴര ശനി കാലമാണ്. അവർക്ക് ശനി മോശമാണ്. 12 ശനിയാണ്. അതായത് കേസുകൾ, വഴക്കുകൾ, അപവാദങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ശിവക്ഷേത്ര ദർശനവും, എല്ലാ ശനിയാഴ്ചയും ശിവക്ഷേത്ര ദർശനവും, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, നെയ്വിളക്കും കത്തിക്കുക. ഇതൊന്നും ചെയ്താൽ പറ്റില്ലെങ്കിലും നമഃശിവായ ചൊല്ലുക. ആ ശനിയാഴ്ച ദിവസങ്ങളിൽ മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കുക, നമഃശിവായ ജപിക്കുക. ശിവക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി, സാമ്പത്തികമായി ബുദ്ധിമുട്ടാണെങ്കിൽ നെയ്വിളക്ക് മാത്രം കത്തിക്കുക, അല്ലെങ്കിൽ നാണയം ഭണ്ഡാരത്തിലിടുക. ഇതെല്ലാം ചെയ്താൽ അവരുടെ കാര്യങ്ങൾക്ക് സമാധാനം ഉണ്ടാവും. അശ്വതി നക്ഷത്രത്തിൽ അവരുടെ ദേവനാണ് ഗണപതിയാണ് പ്രാർത്ഥിക്കേണ്ടത്. അശ്വതി നക്ഷത്രക്കാർ ഗണപതിക്ക് എന്ത് കാര്യത്തിൽ ഇറങ്ങുമ്പോഴും ഗണപതിക്ക് വഴിപാട് കഴിച്ചിട്ടേ ഇറങ്ങാവൂ. ഗണപതി പ്രധാനപ്പെട്ട ഇതാണ്. കേതുവാണ് സ്റ്റാർട്ടിങ് അവരുടെ ദശ. ഭരണി നക്ഷത്രക്കാരെ പറയുകയാണെങ്കിൽ ഭരണി നക്ഷത്രത്തിനെ ഭദ്രകാളിയാണ് പ്രാർത്ഥിക്കുന്നത്. ഭരണി നക്ഷത്രക്കാർക്കും ഏഴശനി ആയതുകൊണ്ടാൽ ശിവക്ഷേത്ര ദർശനവും, ശിവക്ഷേത്രത്തിൽ നെയ്വിളക്ക്, കൂവളമാല, പിൻവിളക്ക് ഇതെല്ലാം ചെയ്താൽ നന്നായിരിക്കും. മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിച്ചാൽ നല്ലതായിരിക്കും. അടുത്ത നക്ഷത്രമാണ് കാർത്തിക. കാർത്തിക നക്ഷത്രത്തിനെ പറയുകയാണെങ്കിൽ സൂര്യഭഗവാനാണ് അവരുടെ ദേവൻ. അപ്പോൾ അവർ ഈ കാർത്തിക നക്ഷത്രക്കാരെ എപ്പോഴും, അവർ കാർത്തിക നക്ഷത്രം ഉണ്ടെങ്കിൽ നല്ലതാണ്, ഐശ്വര്യക്കാണ്. പക്ഷേ കാർത്തിക നക്ഷത്രക്കാർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ശിവക്ഷേത്രത്തിൽ നേരത്തെ പറഞ്ഞ മാതിരിയും ശിവക്ഷേത്ര ദർശനവും നമഃശിവായ ജപിക്കുകയും, ഈ കാലഘട്ടങ്ങളിൽ, അതായത് ഈ 7 ശനി 12-ാണ് ഇപ്പോൾ ശനി, ഇനി അത് ജന്മത്തിലേക്ക് വരും. അത് അതിലും മോശമായിരിക്കും. ശനി നീചാവസ്ഥയിലേക്കാണ് വരുന്നത്. അപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ 7 വർഷത്തേക്കും ശനിയാഴ്ചകളിൽ മത്സ്യമാംസം ഉപേക്ഷിച്ച് ഒരിക്കലൊക്കെ എടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. വളരെ നല്ല കാര്യങ്ങളായിരിക്കും. പ്രാർത്ഥനയോളം വലുതൊന്നുമില്ല. കലികാലത്തിൽ നാമജപമാണ് ഏറ്റവും വലുത്. നാമം ജപിക്കുക, അതാണ് ഏറ്റവും വലുത്. പിന്നെ വ്യാഴം അനുകൂലമാണ്. സാമ്പത്തിക ഭദ്രതയ്ക്ക് സാധ്യതയുണ്ട്. അടുത്ത കൂറാണ് ഇടവക്കൂറ്. ഇടവക്കൂറുകൾ ശനി നല്ലതാണ്. പക്ഷേ വ്യാഴം 3-ലേക്കാണ് വന്നിരിക്കുന്നത് ഈ ജൂൺ 2 തുടങ്ങി. സാമ്പത്തികമായിട്ട് അവർക്ക് പരാധീനങ്ങളും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും വരുന്നുണ്ട്. ഇവരെന്താ ചെയ്യേണ്ടത്? അവർ ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുക. വ്യാഴാഴ്ച ദിവസങ്ങളിൽ കൃഷ്ണക്ഷേത്രം ദർശനം നടത്തുക, വിഷ്ണു ക്ഷേത്ര ദർശനം, വിഷ്ണുവോ ശ്രീകൃഷ്ണനോ ക്ഷേത്രം ദർശനം നടത്തുകയും, നെയ്വിളക്ക്, തുളസിമാല ചാർത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഓം നമോ നാരായണായ ദിവസവും ഒരു 108 പ്രാവശ്യം രാവിലെയും വൈകുന്നേരം ജപിക്കുക. ഒരു സാധാരണ ഒരു ഹിന്ദു ഹിന്ദുവല്ല, ഒരു മനുഷ്യൻ രാവിലെയും വൈകുന്നേരം 108 പ്രാവശ്യം നമഃശിവായ, ഓം നമഃശിവായും, ഓം നമോ നാരായണൻ രാവിലെയും വൈകുന്നേരം ജപിച്ചാൽ അവന് യാതൊരു ക്ലേശങ്ങളും വരില്ല.
പിന്നെ ഭദ്രകാളിയെ പ്രാർത്ഥിച്ചാലും ഓം ഐം ക്ലീം സൗം ക്ലീം ഭദ്രകാളിയേ നമ ഇതെല്ലാം ജപിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് യാതൊരു പ്രശ്നങ്ങളും സംഭവിക്കുന്നില്ല. പിന്നെ ശ്രീരാമജയം താരകമന്ത്രമായ രാമനാമം ജപിച്ചാലും നല്ലതാണ്. അപ്പോൾ ഇപ്പോൾ ആരെ പ്രാർത്ഥിക്കുന്നത് നമുക്ക് സംശയം വരണ്ട. കാർത്തിക നക്ഷത്രക്കാർ ശിവനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, മഹാദേവനെ, സുബ്രഹ്മണ്യനെ പ്രാർത്ഥിക്കാം. അതേപോലെ അടുത്തതാണ് രോഹിണി നക്ഷത്രം. രോഹിണി നക്ഷത്രക്കാർ തീർച്ചയായിട്ടും ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടത്. രോഹിണി നക്ഷത്രക്കാർ ഇതുപോലെ തന്നെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിലോ വ്യാഴാഴ്ച തോറും നെയ്വിളക്ക് തുളസിമാല ചാർത്തുകയും ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണത്തിൽ അവർ സമർപ്പണം ചെയ്താൽ നല്ലതാണ്. അവർക്ക് ഐശ്വര്യം ഉണ്ടാവും. ശനി അവർക്ക് അനുകൂലമാണിപ്പോൾ നടക്കുന്നത്. ഇനി മകീരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ അവർക്കും ഇതുപോലെ തന്നെ ശനി അനുകൂലമാണ്. മകീരം നക്ഷത്രക്കാർ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ശനി അനുകൂലമാണ്, പക്ഷേ വ്യാഴം അനുകൂലമല്ല. അപ്പോൾ അവർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും തുളസിമാല ഇതെല്ലാം ചെയ്താൽ നല്ലതാണ്. ദാനധർമ്മങ്ങൾ ഏറ്റവും നല്ലതായിരിക്കും. അർഹിക്കുന്നവർക്ക് ദാനം കൊടുക്കാവൂ, വല്ലയിടത്ത് കൊടുക്കരുത്. അർഹിക്കുന്നവർക്ക് ദാനം നൽകിയാൽ നല്ലതായിരിക്കും. അടുത്ത രാശിയാണ് മിഥുനം രാശി. മിഥുനം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് ശനി കണ്ടകശനിയാണ്. ജോലിക്ക് തടസ്സങ്ങൾ, ജോലിക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. വ്യാഴം അവർക്ക് അനുകൂലമാണ്. 2-ൽ വ്യാഴം നല്ലതാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവർ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും സൈൻ ചെയ്യുക, അതായത് അതോറിറ്റിയുള്ള ആൾക്കാർ സൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ചെക്ക് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക. അതുപോലെ ജോലിയിൽ വീഴ്ചകൾ വരാതെയും കൃത്യനിഷ്ഠയോടെ പോവുക. കൃത്യനിഷ്ഠയുള്ളവരെ ശനീശ്വരൻ ചതിക്കില്ല, കൃത്യനിഷ്ഠ പാലിക്കുന്നവരെ ശനീശ്വരൻ ചതിക്കില്ല. അത്ര നല്ലതാണ്. ശനി മോശക്കാരനൊന്നുമല്ല, ശനി ചതിക്കില്ല. നമ്മൾ കൃത്യനിഷ്ഠ പങ്ക്ച്വലായിരിക്കണം എപ്പോഴും. അടുത്തതാണ് തിരുവാതിര നക്ഷത്രം. തിരുവാതിര നക്ഷത്രക്കാർക്കും ഇതുപോലെ തന്നെ കണ്ടകശനിയാണ്, കർമ്മത്തിൽ പ്രശ്നങ്ങളുണ്ട്, വ്യാഴം അനുകൂലമാണ്. ഇവർ മഹാദേവനെ പ്രാർത്ഥിക്കണം. തിരുവാതിര നക്ഷത്രം മഹാദേവ നക്ഷത്രമാണല്ലോ. മഹാദേവനെ പ്രാർത്ഥിക്കുക, ശിവക്ഷേത്രങ്ങളിൽ പ്രാർത്ഥിക്കുക, വഴിപാടുകൾ വയ്ക്കുക. നമഃശിവായ ഇല്ല, ഏതൊരു വ്യക്തിയും ഓ നമഃശിവായ 1, 3 നാരായണ നിരന്തരം ജപിച്ചുകൊണ്ടിരുന്നാൽ ഇവർക്ക് രാവിലെയും വൈകുന്നേരം കൃത്യമായിട്ട് ജപിച്ചാൽ അവർക്ക് ദോഷം വരില്ല. എപ്പോഴും നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഭഗവാനെ മഹാദേവനെയും പാർവതിയെയും പ്രാർത്ഥിച്ചാൽ അന്നത്തെ ദിവസം നമുക്ക് വളരെ നല്ലതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ രാവിലെ നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മളൊരു സൂര്യോദയത്തിൽ അരമണിക്കൂർ മുമ്പ് എഴുന്നേറ്റ് വടക്കോട്ട് തിരിഞ്ഞിരുന്ന് മഹാദേവ പാർവതീദേവി സമ്പൽ സമൃദ്ധിയോടും പൂർണ്ണ ആരോഗ്യത്തോടും എനിക്ക് എഴുന്നേൽക്കാൻ സാധിച്ചത് നന്ദി, എനിക്ക് ഐശ്വര്യദായകമായൊരു വീടും കുട്ടികളെയും നന്ദി, വീടില്ലാത്തവരുടെ എനിക്ക് നല്ലൊരു ഗ്രഹം ലഭിച്ചതും അതിൽ താമസിക്കാൻ പറ്റിയതും നന്ദി, കുട്ടികളില്ലാത്തവർ പറയണം എനിക്ക് സൽപുത്രന്മാർ ലഭിച്ചത്. നമുക്ക് എന്താണോ ഇല്ലാത്തത് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ പ്രപഞ്ചം തന്നെ തഥാസ്തു എന്ന് പറയും, അത് നമുക്ക് സംഭവിച്ചിരിക്കും. അത് എൻ്റെ അനുഭവം ഞാൻ പറയുന്നത്, ഞാനിങ്ങനെ പറഞ്ഞാൽ എനിക്ക് നടക്കാറുണ്ട് കാര്യങ്ങൾ. നമുക്ക് അർഹതയില്ലാത്ത കാര്യങ്ങൾ അർഹതകൾ മാത്രമേ പറയാവൂ. അർഹതയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ അർഹതയായിട്ട് നടക്കും തീർച്ചയായിട്ടും. ഇപ്പോൾ വിദ്യാഭ്യാസം കുറഞ്ഞ ആൾക്ക് എനിക്ക് കളക്ടറാവണമെന്ന് നടക്കില്ല. അപ്പോൾ നമ്മുടേതായ അർഹത എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മൾ ദിവസവും പ്രഭാതത്തിൽ അത് 3 പ്രാവശ്യം പറഞ്ഞ് നന്ദി പറയുകയാണെങ്കിൽ അവരുടെ കാര്യങ്ങൾ കുറച്ച് ദിവസങ്ങൾക്ക് നടന്നിരിക്കും. എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. ഇനി അടുത്ത നക്ഷത്രമാണ് പുണർദം ആദ്യപാദം നക്ഷത്രം മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ ജനിച്ച വ്യക്തികളും ഇതുപോലെ ജോലിക്കാര്യങ്ങൾ തടസ്സങ്ങളും താമസങ്ങളും അപ്പോയിൻമെൻറ്റ് കിട്ടാൻ താമസമൊക്കെ ഉണ്ടാകും. അവർ മഹാദേവനെ പ്രാർത്ഥിക്കുക. ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ഹനുമാൻ സ്വാമിക്ക് ചൊവ്വാഴ്ചയോ ശനിയാഴ്ചയോ പോയി കുങ്കുമം സമർപ്പിക്കുകയും വെറ്റിലമാല സമർപ്പിക്കുകയും ചെയ്താലും അവരുടെ കാര്യങ്ങൾ നടക്കും. അടുത്ത കൂറാണ് കർക്കിടകക്കൂറൊക്കെ സംബന്ധിച്ച് ഇപ്പോൾ വളരെ നല്ല കാലമാണ്. വ്യാഴം കൂടെയുണ്ട്, ശനിയാണ്, ഈ പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെയുള്ള കാലങ്ങളാണ്, നല്ല കാലമാണ് അവർക്ക്. ശനി നല്ലതാണ്, ദൈവാധീന കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഈ നക്ഷത്രക്കാർ അതായത് പുണർദം അവസാനം പൂയം ആയില്യം ഈ നക്ഷത്രക്കാർ ശിവക്ഷേത്രത്തിൽ ശനിയാഴ്ച ദിവസം തൊഴുതെന്നാൽ പക്കപ്പിറന്നാൾ ഏതൊരു വ്യക്തിയായും പക്കപ്പിറന്നാൾ വരുമ്പോൾ ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിൽ സുദർശന പുഷ്പാഞ്ജലിയും ചെയ്യേണ്ടതാണ്. അത് അവരുടെ സംരക്ഷണമാണ് അവർക്ക് സംഭവിക്കുന്നത്. അവരെ സംബന്ധിച്ചിപ്പോൾ ശനിയും വ്യാഴമൊക്കെ അനുകൂലമാണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എങ്കിലും നമ്മൾ നല്ല സമയത്ത് കാവത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാവത്ത് പറിക്കാമെന്ന് പറഞ്ഞാൽ നല്ല സമയത്ത് നമ്മൾ എനർജി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ ഈ എനർജി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എപ്പോഴും യഥാസമയത്തും ഭഗവത് ദാസന്മാരായിട്ട് ജീവിച്ചാൽ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. എല്ലാ കാര്യങ്ങളും തട്ടി നമുക്ക് ഏൽക്കാതെ പോകും. ചേമ്പിൻ്റെ ഇലയിൽ വെള്ളം തെറിച്ചു പോകും ദോഷങ്ങളൊക്കെ.
ആയില്യം പൂയം നക്ഷത്രത്തിന് നല്ല സമയമാണ്. ആയില്യം നക്ഷത്രത്തിനെ സംബന്ധിച്ച് നല്ല സമയം തന്നെയാണ്. അടുത്ത രാശിയാണ് ചിങ്ങൻ രാശി. ചിങ്ങൻ രാശിക്കാർക്ക് ഇപ്പോൾ വ്യാഴം 12-ലാണ്. ശനി അഷ്ടമത്തിൽ കുഴപ്പമില്ല. വ്യാഴം 12-ൽ വന്നാൽ അനാവശ്യ ചിലവുകൾ വരും. അത് നമ്മുടെ കൈ നമ്മൾ വിചാരിക്കാതെ വണ്ടിക്ക് റിപ്പയറിങ് വരിക, മറ്റേത് വരിക, അങ്ങനെ ഓരോരോ കാര്യങ്ങളും ചിലവുകൾ വർദ്ധിക്കും. അതിന് ഗുരുവായൂർ ദർശനം നടത്തുക. ഗുരുവായൂർ, അമ്പലപ്പുഴ, പത്മനാഭസ്വാമി മുതലായ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ മാസത്തിലൊരിക്കൽ ദർശനം നടത്തുകയും അവിടെ നെയ്വിളക്കോ പാൽപ്പായസമൊക്കെ കഴിക്കുകയും ചെയ്താൽ ഈ തടസ്സങ്ങൾ മാറിക്കിട്ടും. ഒരു പിടി നാണയം മഞ്ഞപ്പെട്ടിൽ കിഴികെട്ടി ഗുരുവായൂർ സമർപ്പിച്ചാൽ തന്നെ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറും. സമ്പത്ത് നമുക്ക് ഭഗവാൻ വാരിക്കോരി തരുന്നതാണ്. അതുപോലെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ബുധനാഴ്ച ദിവസം അവൾ സമർപ്പിക്കും. വ്യാഴാഴ്ച ദിവസങ്ങളിൽ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തിയും നെയ്വിളക്ക്, തുളസിമാല ഇതെല്ലാം ചെയ്താൽ വളരെ ഐശ്വര്യദായകമായിരിക്കും. മകം, പൂരം, ഉത്രം ഈ നക്ഷത്രക്കാർ, ഉത്രപാതി ഈ നക്ഷത്രക്കാരാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യേണ്ടത്. മകം നക്ഷത്രത്തിൻ്റെ ദേവതയാണ് ഗണപതി. ഗണപതിയെ പ്രാർത്ഥിക്കും. ഗണപതിക്ക് ഏത്തം ദിവസമായിട്ടിടണം. 12 ഏത്തെങ്കിലും ഇട്ടിരിക്കണം, ഏത്തം ഇടണം. പൂരം നക്ഷത്രക്കാർക്ക് ദേവിയാണ്. ദേവീക്ഷേത്ര ദർശനം നടത്തുക. അവരുടെ പക്കപ്പിറന്നാളിന് ദേവീക്ഷേത്രത്തിലും കുടുംബക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തിയത് നല്ലതാണ്. ഉത്ര നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് അയ്യപ്പൻ നക്ഷത്രമാണ്. ഉത്ര നക്ഷത്രത്തിൽ ദാനങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. കന്നിരാശിയിൽപ്പെട്ടതാണ് ഉത്രം അവസാനം, അത്തം, ചിത്തിര ആദ്യം. ഈ നക്ഷത്രങ്ങളെ പറ്റി സുവർണകാലമാണ്. വ്യാഴം അനുകൂലമാണ്. പക്ഷേ കണ്ടകശനിയുണ്ട്. ഭാര്യയ്ക്ക്, അതായത് ഭാര്യയ്ക്കോ അല്ലെങ്കിൽ ഭർത്താവിനോ അസുഖങ്ങൾ വരാനും കാലുകൾക്ക് വേദന വരാനും ചെയ്യുന്ന കാര്യങ്ങൾ തടസ്സം വരാനും സാധ്യതയുണ്ട്. അപ്പോൾ അതിന് മഹാദേവനെ പ്രാർത്ഥിക്കുക, ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക, മഹാദേവ ക്ഷേത്ര ദർശനം നടത്തി അവിടെ നെയ്വിളക്ക്, പിൻവിളക്ക്, കൂവളമാല, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ഇതെല്ലാം കഴിക്കേണ്ടതാണ്. അടുത്ത രാശിയാണ് തുലാം രാശി. തുലാം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ചിത്തിര അവസാനം, ചോതി, വിശാഖം. ഈ നക്ഷത്രക്കാർക്ക്, ഈ രാശിക്കാർക്ക് സുവർണകാലമാണ്. ശനിയും അനുകൂലമാണ്, വ്യാഴവും അനുകൂലമാണ്. അപ്പോൾ ഈ സമയത്ത് പ്രാർത്ഥനകളും എല്ലാം നേരെ കൂട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടുള്ള കാലങ്ങളിൽ അവർക്കത് ഉപയോഗപ്രദമായിരിക്കും. ശിവക്ഷേത്ര ദർശനവും വിഷ്ണു ക്ഷേത്ര ദർശനവും നടത്തുന്നത് നല്ലതാണ്. കുടുംബദേവതയെ നമ്മൾ ഒരിക്കലും മറക്കരുത്. കുടുംബദേവതയ്ക്ക് നമ്മൾ വക്കപ്പിറന്നാളിന് പറ്റൂല്ലെങ്കിൽ നമ്മുടെ കൊല്ലപ്പിറന്നാളിനും പിറന്നാൾ ദിവസമെങ്കിലും പോയി നെയ്വിളക്ക്, പൂമാല, പായസം ഇതെല്ലാം കഴിക്കുന്നത് വളരെ ഐശ്വര്യദായകമാണ്. വൃശ്ചികൻ രാശി. അടുത്ത രാശിയാണ് വൃശ്ചികൻ രാശി. വൃശ്ചിക രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് വിശാഖം, അവസാന പാദം, അനിഴം, തൃക്കേട്ട, വൃക്ഷസന്ധിയാണ്. അതുകൊണ്ട് കഴിഞ്ഞു. ഈ രാശിക്കാർക്കും ശനിയും അനുകൂലമാണ്, വ്യാഴവും അനുകൂലമാണ്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ അവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ 4-ാം ഭാഗത്ത്, അതായത് വൃശ്ചികം, ധനു, മകരം, കുംഭം 4-ാം ഭാഗത്ത് എന്ത് നിൽക്കുന്നുണ്ട്? രാഹു നിൽക്കുന്നുണ്ട്. കുടുംബത്തിൽ സമാധാനക്കുറവ് ഉണ്ടാവും. എന്തെങ്കിലും കാര്യങ്ങൾ ഒരു വഴക്കുണ്ടാവും. അപ്പോൾ ഇതിനൊക്കെ ദിനം സർപ്പപ്രീതി വരുത്തുക. സർപ്പത്തിന് ബുധൻ, ആയില്യം പൂജ കഴിക്കുകയോടൊപ്പം ബുധനും ഞായറും നെയ്വിളക്ക് എത്തിച്ചാലും ഐശ്വര്യദായകമാണ്. സർപ്പക്ഷേത്രങ്ങൾ എപ്പോഴും രാവിലെയാണ് പോകേണ്ടത്, വൈകുന്നേരം പോകരുത്. പോകേണ്ടിയതാ പോവും. പക്ഷെ രാവിലെയാണ് ഏറ്റവും പ്രധാനം നാഗക്ഷേത്രങ്ങൾക്കൊക്കെ. ആയില്യത്തിന് കരിക്കഭിഷേകം ചെയ്യാം, ആയില്യപൂജ ചെയ്യാം, എന്ന് വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്താൽ നല്ലതായിരിക്കും. അടുത്തതാണ് ധനുരാശി. ധനുരാശിപ്പെട്ട നക്ഷത്രങ്ങളാണ് ധനുരാശിപ്പെട്ട മൂലം, പൂരാടം, ഉത്രാടം, ആദ്യഭാഗം. ഈ രാശിക്കാർക്ക് സമയം മോശമാണ്. കണ്ടകശനിയാണ്, വ്യാഴം അനുകൂലമല്ല. വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാം. പൈസ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാം. നടക്കുമ്പോൾ ശ്രദ്ധിക്കുക. വീഴാൻ സാധ്യതയുണ്ട്. വീഴാതെയും പൊട്ടാതെയും ഒക്കെ വളരെ ശ്രദ്ധയോടുകൂടി ബാത്റൂമിലൊക്കെ ചെല്ലുമ്പോൾ ശ്രദ്ധിക്കുക. കാരണം കണ്ടകശനിയാണ്, പാദത്തിന് ദോഷങ്ങൾ വരാം. ഇതൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ പ്രമേഹ രോഗികളൊക്കെ കാല് പൊട്ടാതെയൊക്കെ നോക്കണം. വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. വ്യാഴം അനുകൂലമല്ല. എല്ലാ വ്യാഴാഴ്ചയും കൃഷ്ണക്ഷേത്രം ദർശനം നടത്തുകയും ഭഗവാൻ തുളസിമാല ചാർത്തുകയും നെയ്വിളക്ക് കത്തിക്കുകയും അതുപോലെ ശനിയാഴ്ച ദിവസങ്ങളിൽ ശിവക്ഷേത്രത്തിൽ ധാര, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, പിൻവിളക്ക് ഇതെല്ലാം ചെയ്യേണ്ട അത്യാവശ്യമാണ്. അത് സമയം വളരെ മോശമാണ്, അവർക്ക് ശ്രദ്ധിക്കുക. പിന്നെ അപഹാര ചിത്രങ്ങളും പ്രായങ്ങളും അനുസരിച്ചാണ് ഓരോ കാര്യങ്ങൾ വരുന്നത്. പ്രായങ്ങൾക്കനുസരിച്ച് ദശകൾ മാറുന്നതനുസരിച്ചും നമുക്ക് മാറ്റങ്ങൾ വരാം. നല്ല സമയമാണെങ്കിൽ നമ്മൾ ഏൽക്കില്ല, നല്ല ദശയൊക്കെ ആണെങ്കിൽ ഏൽക്കില്ല. അടുത്ത രാശിയാണ് മകരൻ രാശി. മകരൻ രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ഉത്രാടം അവസാനം, തിരുവോണം, അവിട്ടം ആദ്യം. ഈ രാശിക്കാർക്ക് നല്ലതാണ്. വ്യാഴം അനുകൂലമാണ്, ശനിയും വലിയ ബുദ്ധിമുട്ടില്ല. ഈ സമയം വരെ നന്നായിട്ട് പ്രയോജനപ്പെടുത്തി ഈ വരും കാലത്ത് ബുദ്ധിമുട്ട് വരാതെ നോക്കുക. അടുത്ത രാശിയാണ് കുംഭൻ രാശി. കുംഭൻ രാശിക്കാർക്ക് വ്യാഴം അനുകൂലമായിരുന്നു. അതായത് അവിട്ടം അവസാനം, ചതയം, പൂരുരുട്ടാദ്യം.
ഇവർക്ക് നല്ല സമയമായിരുന്നു. വ്യാഴം ഇപ്പോൾ പ്രതികൂലമായി വന്നേക്കാണ്, വ്യാഴം 6 വന്നേക്കാണ്. അപ്പോൾ ധനത്തിനൊക്കെ പാഴ്ചെലവുകളും ധനവ്യയവും വരാം. കൃഷ്ണനെ അമ്പലത്തിൽ പ്രാവുക, വിഷ്ണു സഹസ്രനാമം കൃത്യമായി ജപിക്കാം. വിഷ്ണു ക്ഷേത്രങ്ങളിലോ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലോ വ്യാഴാഴ്ച ദിവസം പോയി നെയ്വിളക്ക്, തുളസിമാല ഇതെല്ലാം ചാർത്തുക. ഓം നമോ നാരായണായ, ഓം നമഃ ശിവായ ചൊല്ലുക. കാരണം 7 ശനി പോയിട്ടില്ല, 2ലാണ് ശനി, ദുർവ്യയങ്ങൾ വരുന്ന കാലമാണ്. നമ്മൾ മനസ്സാ വാചാറിയാതെ പൈസ വരും. അപ്പോൾ അതൊക്കെ ശ്രദ്ധയോടുകൂടി മഹാദേവനെ പ്രാർത്ഥിക്കുക. പിന്നെ കുടുംബക്ഷേത്രങ്ങളിൽ നെയ്വിളക്ക്, പൂമാല, പായസം എന്നിവ പിറന്നാൾ ദിവസം നടത്തേണ്ട അത്യാവശ്യമാണ്. ദാനധർമ്മങ്ങൾ നടത്തുക, രോഗികൾക്ക് സഹായം ചെയ്യുക. ഇതൊക്കെ ചെയ്താൽ കുംഭരാശിക്കാർക്ക് രക്ഷപ്പെടാം. അവസാനത്തെ രാശിയാണ് മീനൻ രാശി. അതിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി. പൂരുട്ടാതി അവസാനവും ഉത്രട്ടാതി രേവതി. ഈ നക്ഷത്രങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ശനി ജന്മശനിയാണ്. കൊച്ചുകുട്ടികൾക്കാണെങ്കിൽ ബാലാരിഷ്ടതകൾ, ചെറുപ്പക്കാർക്കാണെങ്കിൽ ജോലി നഷ്ടപ്പെടാൻ കാര്യങ്ങളുണ്ടാവും, പ്രായമുള്ളവർക്ക് രോഗദുരിതങ്ങളുണ്ടാവും. ഇത് കാരണം ഇവർ ശിവനെ പ്രാർത്ഥിക്കുക, ശനീശ്വരനെ പ്രാർത്ഥിക്കുക, പങ്ക്ച്വലായിരിക്കുക, കൃത്യനിഷ്ഠയോടെ പാലിക്കുക. ഇതെല്ലാം ചെയ്താൽ ഇവർക്ക് ബുദ്ധിമുട്ടുകൾ കുറയും. വ്യാഴം അവർക്ക് അനുകൂലമാണിപ്പോൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഏത് നക്ഷത്രമായാലും ദശാപഹാര ചിത്രകാലങ്ങൾ നോക്കിയിട്ട് വേണം നമ്മൾ തീരുമാനിക്കാൻ. ചെറിയ കുട്ടികൾക്കാണെങ്കിൽ ബാലാരിഷ്ടത, അത് 5 വയസ്സ് വരെ ആണെങ്കിൽ നമ്മൾ മാതാപിതാക്കൾക്കാണ് ബുദ്ധിമുട്ട്. മധ്യവയസ്സാണെങ്കിൽ ജോലിക്ക് പ്രശ്നമില്ല. അപ്പോൾ വളരെ ശ്രദ്ധയോട് ജോലി ചെയ്യുക, പ്രാർത്ഥനയോട് ചെയ്യുക. ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും പറ്റില്ലെങ്കിൽ മാസത്തിലൊരിക്കലും ഹനുമാൻ ക്ഷേത്രം ദർശനം നടത്താൻ, ഭഗവാനെ വെറ്റിലമാല സമർപ്പിക്കുക. ഹനുമാനെ ശ്രീരാമജയം ശ്രീരാമജയം നിരന്തരമായി ജപിച്ചുകൊണ്ടിരിക്കാം. ശ്രീരാമജയം ജപിച്ചു കഴിഞ്ഞാൽ വണ്ടിക്ക് ആക്സിഡൻറ്റോ ഒന്നും വരില്ല. അത്രയ്ക്കും പവർഫുള്ളായതാണ് രാമ രാമ താരക മന്ത്രം. അത് ജപിച്ചാൽ ഏത് നക്ഷത്രക്കാരായാലും അവരുടെ ബുദ്ധിമുട്ടുകൾക്ക് ഒരു ശമനമുണ്ടാവുന്നതാണ്. അപ്പോൾ പ്രായഭേദമന്യേ ദശാപഹാര ചിത്രങ്ങളനുസരിച്ച് വേണം നമ്മൾ ഈ ഗോചരഫലങ്ങൾ പറയും. ഗോചരഫലങ്ങൾ കൂടുതലാണ് ദശാപഹാര ചിത്രഫലങ്ങൾ. ദശാപഹാര ചിത്രഫലങ്ങൾ നല്ലതാണെങ്കിൽ ഗോചരഫലങ്ങൾ നമുക്ക് ഏൽക്കില്ല. അത് വളരെ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരാൾക്ക് അശ്വതി നക്ഷത്രക്കാരന് നല്ലതാണെന്ന് വെച്ചാൽ അടുത്ത നക്ഷത്രം നന്നാവണമെന്നില്ല. ഒരു നക്ഷത്രത്തിന് 60 കാര്യങ്ങളുണ്ട്, 60 രീതിയിലാണ് വരുന്നത്. അപ്പോൾ ആ നക്ഷത്രം ഓരോ സമയത്തും ജനിക്കുന്നത്, ഉദയം മുതൽ ജനിക്കുന്ന സമയം എപ്പോഴാണോ അപ്പോഴാണ് നമ്മുടെ ലഗ്നം, അതായത് ക്ഷേത്രം, നമ്മളാവുന്ന വ്യക്തി ഉത്ഭവിക്കുന്നത്. ആ സമയത്ത് ഏതൊക്കെയാണോ ദ്രേക്കാണം, ഏതൊക്കെയാണോ ഹോര, അതൊക്കെ അനുസരിച്ച് ഹോര, ദ്രേക്കാണം, നവാംശം, ത്രിവാംശം, ത്രിംശാംശം, ദ്വാദശാംശം ഇതൊക്കെ നോക്കിയിട്ടാണ് ഒരാളുടെ ഒരു വ്യക്തിയുടെ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റുക. ഒരു അശ്വതി നക്ഷത്രക്കാരനും മറ്റൊരു അശ്വതി നക്ഷത്രം ഒരുപോലെ ആയിരിക്കില്ല. ഇപ്പോൾ ഇരട്ടക്കുട്ടികളാണെന്ന് വിചാരിക്കുക, 10 മിനിറ്റോ 15 മിനിറ്റോ വ്യത്യാസം ചിലപ്പോൾ ലഗ്നങ്ങൾ മാറിയിരിക്കാം. അപ്പോഴും ഇവരുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വന്നിരിക്കാം. എപ്പോഴും ജനിക്കുന്ന സമയം ഇമ്പോർട്ടൻ്റ് ആണ്. ജനിക്കുന്ന സമയമാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ആ ഡേറ്റ് ഓഫ് ബർത്ത്, ടൈം ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത് കറക്റ്റ് ആണെങ്കിൽ ആ വ്യക്തിയെപ്പറ്റി മരണം വരെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എപ്പോഴും ഒരാൾ കുട്ടി ജനിക്കുമ്പോൾ കൃത്യമായിട്ട് അവരുടെ സമയം എഴുതി വയ്ക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ചിലർ പറയും തല കാണുമ്പോഴാണോ എങ്ങനെയാണ്, കുട്ടി എപ്പോഴാണോ ഭൂമിയിൽ തല കാണുന്നത് അതാണ് സമയം. ഓപ്പറേഷൻ ആണെങ്കിൽ എപ്പോഴാണോ കുട്ടി എടുക്കുന്നത് ആ സമയമാണ് ആ കുട്ടിയുടെ ജനനസമയം. ശരിക്കും ജാതകം എഴുതുന്ന എപ്പോഴാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതണമെങ്കിലും ഭഗവാൻ അത് കുട്ടികളെ അച്ഛനമ്മ എപ്പോഴാണോ ചേരുന്നത് ആ സമയത്ത് തന്നെ കുട്ടിയുടെ ജാതകം രൂപീകരിക്കപ്പെടുന്നു. അതായത് ആ സമയത്തുള്ള ചിന്തകൾ അനുസരിച്ചായിരിക്കും കുട്ടി ജനിക്കുന്നത്. ഇപ്പോൾ കുടുംബത്തിലെ ഏതെങ്കിലും ഒരാൾ വെള്ളത്തിൽ പോയി മരിക്കുകയോ കാണാണ്ടായതൊന്നും ചെയ്തു വിചാരിക്കാം. ഈ 3-4 തലമുറ കഴിഞ്ഞിട്ടുള്ള കുട്ടിക്കായിരിക്കും ദോഷം വരുന്നത്. കാരണം നമ്മളെന്താണോ ചിന്തിക്കുന്നത്, നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ എങ്ങനെയാണോ അതനുസരിച്ചാണ് കുഞ്ഞ് ജനിക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ തയ്യാറെടുപ്പ് വേണം. പറയില്ലേ ശാന്തിമുഹൂർത്തത്തിൽ, അതുപോലെ തയ്യാറെടുപ്പ് ഉണ്ടെങ്കിൽ നല്ല കുട്ടികളെ ജനിക്കുകയുള്ളൂ. അപ്പോൾ വളരെയധികം ശ്രദ്ധയോടെ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ, ഒരു കുട്ടി ജനിക്കുന്നതിന് മുമ്പ് ജനിച്ചു കഴിഞ്ഞാലും അതിനെ നല്ല രീതികൾ പറഞ്ഞ് മനസ്സിലാക്കുകയും ദൈവാധീനത്തിൽ വളർത്തുകയും, നമുക്ക് മാത്രമേ ബാക്കി എല്ലാ ജാതിക്കാർക്കും ഇങ്ങനെ നിയമപാഠങ്ങളും മതപാഠങ്ങളൊക്കെ ഉണ്ട്, നമുക്കില്ല. പക്ഷെ നമ്മളും അതുപോലെ കുട്ടികൾക്ക് നാമം ജപിക്കാൻ പഠിപ്പിക്കുക. അമ്മമാർ സീരിയൽ കാണുമ്പോൾ മക്കൾ പഠിക്കുമോ? ഇല്ല. അമ്മമ്മമാരൊരു സീരിയലാണ് സന്ധിക്കുക. അപ്പോൾ പിന്നെ നാമം ചൊല്ലൽ എങ്ങനെയാണ്? നാമം ജപിക്കാനും ഭഗവാന്റെ നാമങ്ങൾ ജപിക്കാനും ഭഗവത് കഥകളും പണ്ടത്തെ മുത്തശ്ശിമാർ പറഞ്ഞു കൊടുക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് കേൾക്കാനും സമയമില്ല, പറയാനും സമയമില്ല. പക്ഷേ ഇപ്പോൾ ന്യൂക്ലിയർ ഫാമിലിയാണ്. എങ്കിലും നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് കുട്ടികൾ കിടക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അത് അവരുടെ മനസ്സിൽ തറച്ചിരിക്കും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് നല്ല രീതിയിൽ നല്ല കുട്ടികളെ വാർത്തെടുക്കുവാൻ എല്ലാ മാതാപിതാക്കൾക്കും സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.